നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം നഗരസഭയിൽ ബീന ലിബിനിയെ വീണ്ടും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തു. ചെമ്മന്തിട്ട പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ജല അതോറിറ്റി ജീവനക്കാരെയും ദമ്പതികളെയും ആക്രമിച്ച സംഭവത്തിൽ കണ്ണൻ പട്ടാമ്പി ഉൾപ്പെടെ 4 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളത്ത് മുദ്രപത്രവും സ്റ്റാമ്പുകളും കിട്ടാനില്ല, ജനം ദുരിതത്തിൽ. കുന്നംകുളം അടുപ്പോട്ടിയിൽ കോൺഗ്രസിന്റെ കുടുംബസംഗമം നടന്നു. യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 4 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. കുന്നംകുളം നഗരസഭയിൽ ബീന ലിബിനിയെ വീണ്ടും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തു. BJPയുടെ വോട്ടുകൾ നേടി കുന്നംകുളം നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ അംഗങ്ങളായവർ തൽസ്ഥാനം രാജിവെക്കണമെന്ന DCC നിർദ്ദേശത്തെ തുടർന്ന് രാജിവെച്ച ബീന ലിബിനിയെ വീണ്ടും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറായി തെരഞ്ഞെടുത്തു. രാജിവെച്ച ഒഴിവിലേക്ക് ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ മറ്റ് സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ബീന ലിബിനി തെരഞ്ഞെടുക്കപ്പെട്ടതായി റിട്ടേണിംഗ് ഓഫീസറായ ജില്ലാ മണ്ണു സംരക്ഷണ ഓഫീസർ മറിയം ജോർജ് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 11-ന് നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ UDF അംഗങ്ങളായ കോൺഗ്രസിലെ ബിജു സി ബേബി, PI തോമസ്, മിനി മോൺസി, ബീന ലിബിനി, CMPയിലെ MK ജയസിംഗ്, മോഹിനി ഷാജൻ എന്നിവർ മാത്രമാണ് വോട്ടിംഗിനായി വന്നിരുന്നത്. ഭരണപക്ഷത്തെ CPM അംഗങ്ങളും പ്രതിപക്ഷത്തെ കോൺഗ്രസ് വിമതരും BJP RMP അംഗങ്ങളും വോട്ടിംഗിൽ പങ്കെടുത്തില്ല. കോറം നിർബന്ധമല്ലാത്ത സാഹചര്യത്തിനും എതിർ സ്ഥാനാർത്ഥി ഇല്ലാത്തത് കാരണവും ബീന ലിബിനി ഏകപക്ഷീയമായി തെരഞ്ഞെടുത്തതായി റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിക്കുകയായിരുന്നു. വോട്ടിംഗിൽ നിന്ന് മറ്റുള്ളവർ വിട്ടുനിന്നതിലൂടെ നഗരസഭയിൽ UDF ആണ് യഥാർത്ഥ പ്രതിപക്ഷമെന്ന് തെളിയിച്ചിരിക്കുകയാണെന്ന് കോൺഗ്രസ് അംഗം PI തോമസ് അവകാശപ്പെട്ടു. CPM, BJP, കോൺഗ്രസ് വിമതർ, RMP കൂട്ടുകെട്ടാണ് ഭരണപക്ഷത്തുള്ളതെന്നും തോമസ് ആരോപിച്ചു. ഞങ്ങൾ കൗൺസിൽ പറയാനുള്ള മാതിരി CPM, BJP, വിമത കോൺഗ്രസ് എന്നിവരുടെ കൂട്ടുകെട്ട് അവിടെ കണ്ടത്. RMP ഇവിടെ ചെയർപേഴ്സൺ ചേംബറിലിരിക്കുന്നുണ്ട്, വൈസ് ചെയർമാൻ്റെ മുറിയിലിരിക്കുന്നുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ മുറിയിലിരിക്കുന്നുണ്ട്, കൗൺസിലേഴ്സ് എല്ലാവരും ഉണ്ട്. ഭരണപക്ഷം മൊത്തം ഇന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ മാറി നിൽക്കുക. ഇതിന് കാരണം എന്താ വെച്ചെങ്കിൽ അവർ തമ്മിലുള്ള കൂട്ടുകെട്ടാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കമ്മിറ്റി ആണ് ഈ കൂട്ടുകെട്ടിന് കാരണം. നഗരസഭ ഭരിക്കുന്നത് CPM, BJPയും വിമത കോൺഗ്രസും കൂടിയിട്ടാണ്. ആ കൂട്ടുകെട്ട് വീണ്ടും ഒന്ന് വ്യക്തമായി എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കോൺഗ്രസ് നേതൃത്വത്തെ ധിക്കരിച്ച് വിമത പ്രവർത്തനം നടത്തുന്നവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന് മണ്ഡലം പ്രസിഡന്റ് കൂടിയായ കൗൺസിലർ ബിജു സി ബേബി ആവശ്യപ്പെട്ടു. രാജിവെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ആദ്യം നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു CPM ആയിട്ടും BJP ആയിട്ടും കൂട്ടുകൂടിയിരുന്നു. ആ തീരുമാനത്തിനെതിരെയാണ് BJP ആയിട്ട് കൂട്ടുകൂടിയിട്ടാണ് ഇന്നത്തെ രീതിയിൽ ബീന എന്ന കോൺസെപ്റ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് വികസനകാര്യ കമ്മിറ്റിയിലേക്ക് വന്നത്. അപ്പോൾ അന്ന് പാർട്ടി അന്ന് BJP ആയിട്ട് കൂട്ടുകൂടിയിട്ടുള്ള 7 പേരെയും അന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. അത് തുടർന്ന് ചർച്ചകളിൽ RMP എന്നുള്ള 2 പേര് തിരിച്ചു പാർട്ടിയിലേക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ UDFിലേക്ക് വരണമെങ്കിൽ CMPയോട് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഈ BJP ആയിട്ട് കൂട്ടുകൂടിയിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗത്തെ രാജിവെക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇവരോട് കോൺഗ്രസ് പാർട്ടിയിലെ ആളുകളോട് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ രാജിവെച്ചാലാണ് അന്ന് അവർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സസ്പെൻഡ് പിൻവലിക്കണം വെച്ചെങ്കിൽ BJP ആയിട്ട് കൂട്ടുകൂടിയിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗത്വം രാജിവെക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ DC പ്രസിഡന്റ് പ്രതാപൻ്റെ നേതൃത്വത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അവരെല്ലാവരും രാജിവെക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അതിനുശേഷം ബീന ലിബിനി മാത്രമാണ് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചത്. ആ രാജിവെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഇന്ന് തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മറ്റുള്ള ആളുകൾ ഇപ്പോഴും പാർട്ടി പറഞ്ഞത് തീരുമാനം അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അവർക്കെതിരെ നടപടി എടുക്കണം എന്നുള്ളതാണ്. ഇനിയും വെച്ച് നീട്ടാതെ അവർക്കെതിരെ നടപടി എടുക്കണം എന്നുള്ളതാണ്. ഈ നടപടി വേണം മറ്റുപേർക്കെതിരെ നടപടി വേണം എന്നാണ്. ചെമ്മന്തിട്ട പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കർക്കിടകത്തിന്റെ പഞ്ഞം തീർക്കാൻ ചെമ്മന്തിട്ട പാടത്ത് കൊയ്ത്തുത്സവം ആരംഭിച്ചു. തൃശൂർ ജില്ലാ സഹകരണ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കർഷകശ്രീ ഫാർമേഴ്സ് ക്ലബിന്റെയും ചെമ്മന്തിട്ട പാടശേഖര സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചെമ്മന്തിട്ട പാടശേഖരത്തിൽ ആലാട്ട് കൃഷ്ണൻകുട്ടിയുടെ വയലിലാണ് കൊയ്ത്തുത്സവം ആരംഭിച്ചത്.
കൊയ്ത്തുത്സവം മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സതീശൻ അധ്യക്ഷനായിരുന്നു. ക്ഷേത്രങ്ങളിലെ ഇല്ലം നിറയ്ക്കുള്ള നെൽക്കതിരുകളടക്കം കൃഷ്ണൻകുട്ടിയുടെ പാടശേഖരത്തിൽ നിന്നാണ് കൊണ്ടുപോകാറുള്ളത്. വർഷങ്ങളോളമായി പരമ്പരാഗതമായ ജൈവ നെൽകൃഷിയും പച്ചക്കറി കൃഷിയും ചെയ്തു വരുന്ന കൃഷ്ണൻകുട്ടിയുടെ നെല്ലിനും പച്ചക്കറികൾക്കും കേരളത്തിൽ ആവശ്യക്കാർ ഏറെയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള പച്ചക്കറികളും ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. ചടങ്ങിൽ നടീൽ വസ്തുക്കളുടെ വിതരണം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. പത്മിനി ഉദ്ഘാടനം ചെയ്തു. കർഷകശ്രീ ഫാർമേഴ്സ് ക്ലബ് ചീഫ് കോർഡിനേറ്റർ വിൽസൺ പുലിക്കോട്ടിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ശാന്ത, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MV പ്രശാന്ത്, പഞ്ചായത്ത് മെമ്പർമാരായ KP സുരേന്ദ്രൻ, രത്നകുമാരി, ജില്ലാ സഹകരണ ബാങ്ക് കുന്നംകുളം ഈവനിംഗ് ബ്രാഞ്ച് മാനേജറായ KS സുദീപ, മേളപ്രമാണി ഉണ്ണി നായർ വെള്ളിത്തിരുത്തി, പാടശേഖര സമിതി പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. ജല അതോറിറ്റി ജീവനക്കാരെയും ദമ്പതികളെയും ആക്രമിച്ച സംഭവത്തിൽ കണ്ണൻ പട്ടാമ്പി ഉൾപ്പെടെ 4 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ ജല അതോറിറ്റി ജീവനക്കാരനെയും ദമ്പതികളെയും ആക്രമിച്ച സംഭവത്തിൽ സിനിമാ താരം മേജർ രവിയുടെ സഹോദരനായ കണ്ണൻ പട്ടാമ്പി ഉൾപ്പെടെ 4 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30 സംഭവം. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിലൂടെ പോകുന്ന ജല പൈപ്പ് പൊട്ടിയതിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ വാഹന ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. പട്ടാമ്പി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ നിർത്തി എതിർദിശയിൽ നിന്നുള്ള വാഹനങ്ങൾ കടന്നു പോകാനായി സിഗ്നലുകൾ നൽകിയപ്പോൾ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് പുറകിൽ നിന്നും അമിത വേഗത്തിലെത്തിയ കണ്ണനും സംഘവും സഞ്ചരിച്ചിരുന്ന SUV കാറിനെ അവിടെയുണ്ടായിരുന്ന ജല അതോറിറ്റി ജീവനക്കാരനായ കുന്നംകുളം സ്വദേശി മാർട്ടിൻ കൈ കാണിച്ച് നിർത്താൻ ആവശ്യപ്പെട്ടു. എന്നാൽ വാഹനം നിർത്താതെ മാർട്ടിന്റെ കാലിലൂടെ കയറിയിറങ്ങി മുന്നോട്ട് പോയി. ഈ സമയം എതിർദിശയിൽ നിന്നുള്ള വാഹനങ്ങൾ എത്തിയപ്പോൾ SUV കാർ നിർത്തിയിട്ടു. സംഭവം കണ്ട കരാർ ജോലിക്കാർ കൂടി വാഹനത്തിനടുത്തെത്തിയപ്പോൾ കാറിലുണ്ടായിരുന്നവർ ജാക്കി ലിവർ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി കാറിൽ നിന്നിറങ്ങി. വാഹനം നിർത്താത്തത് ചോദ്യം ചെയ്ത മാർട്ടിനെ സംഘം ആക്രമിച്ചു. രക്ഷപ്പെടാനായി മാർട്ടിൻ തൊട്ടടുത്ത വീട്ടിൽ കയറി ഒളിച്ചു. എന്നാൽ പിറകെ എത്തിയ സംഘം മാർട്ടിനെ ഇറക്കിവിടാൻ ആവശ്യപ്പെട്ട് ബഹളമുണ്ടാക്കുകയും വീട്ടുടമ അറക്കൽ ചന്ദ്രനെയും ഭാര്യയെയും ആക്രമിക്കുകയും ചെയ്തു. വീടിന് മുമ്പിലെ ചുമരിലെ സ്വിച്ച് ബോർഡും പ്ലഗും സംഘം അടിച്ചു തകർത്തു. സംഘം അഴിഞ്ഞാടാൻ തുടങ്ങിയ വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരിൽ ചിലർ പോലീസിനെ വിളിച്ചതോടെയാണ് സംഘം കാറിൽ കയറി രക്ഷപ്പെട്ടത്. പരിക്കേറ്റവരെ നാട്ടുകാർ സമീപത്തെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ കാറിലുണ്ടായിരുന്ന സംഘത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതായി ചിലർ പറയുമ്പോൾ സംഘത്തെ കണ്ടെത്തിയില്ലെന്നും സംഭവത്തിൽ പോലീസ് കേസ് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നുമാണ് പോലീസിന്റെ വിശദീകരണം. മേജർ രവി പ്രചാരകനായ ഫ്രീ റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിന്റെ മേധാവിയാണ് കണ്ണനോടൊപ്പം കാറിലുണ്ടായിരുന്നത്. നിരവധി സിനിമാ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുള്ളതുകൊണ്ടാണ് നാട്ടുകാർ ഇയാളെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞത്. കാറിൽ സ്ഥാപനത്തിന്റെ പേരും ലോഗോയും ഉണ്ടായിരുന്നു. സംഭവത്തിൽ അക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് വാട്ടർ അതോറിറ്റി ജീവനക്കാർ ആവശ്യപ്പെട്ടു. കേസ് ഒതുക്കി തീർക്കാൻ ശക്തമായ സമ്മർദ്ദവും പോലീസിനുമേലുള്ളതായി ചില സൂചനകളുണ്ട്. കുന്നംകുളത്ത് മുദ്രപത്രവും സ്റ്റാമ്പുകളും കിട്ടാനില്ല, ജനം ദുരിതത്തിൽ. വിവിധ ആവശ്യങ്ങൾക്കായുള്ള മുദ്രപത്രങ്ങളും സ്റ്റാമ്പുകളും കിട്ടാതെ ജനം നെട്ടോട്ടത്തിൽ. ഒരാഴ്ചയായി കുന്നംകുളത്ത് മുദ്രപത്രം കിട്ടാതായിട്ടുണ്ട്. ആവശ്യക്കാർ രജിസ്ട്രാർ ഓഫീസുകളിൽ നിന്ന് മടങ്ങിപ്പോവുകയാണ്. സമീപ സ്ഥലമായ പെരുമ്പിലാവിൽ മാത്രമാണ് ഇപ്പോൾ മുദ്രപത്രം ലഭിക്കുന്നത്. കുന്നംകുളത്ത് മുദ്രപത്ര വിൽപ്പനയുള്ള കടകളിൽ ഒരാഴ്ചയായി മുദ്രപത്ര വിൽപ്പനയില്ല. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനും വസ്തുവാങ്ങൽ നടപടികൾക്കും ലൈസൻസ് പുതുക്കുവാനും മറ്റുമുള്ള നിരവധി അപേക്ഷകൾക്ക് മുദ്രപത്രം നിർബന്ധവുമാണ്. നഗരത്തിലെ പല സ്ഥലങ്ങളിലും മുദ്രപത്രം ഇല്ലാത്തതുകൊണ്ട് പെരുമ്പിലാവിലുള്ള ഒരു കടയിൽ നിന്നാണ് പലരും മുദ്രപത്രവും സ്റ്റാമ്പും സംഘടിപ്പിക്കുന്നത്. മുദ്രപത്രത്തിന്റെ ക്ഷാമം പരിഹരിക്കാൻ രജിസ്ട്രേഷൻ വകുപ്പ് ഇടപെടണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു.
ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൗൺ ഫ്രോക്സ്, പാൻ അമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ്, വൺ വേ ജംഗ്ഷൻ, പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM & Sons, ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ്, കുന്നംകുളം. ഫോൺ 9446 145776, 9446 145778. വാർത്തകൾ തുടരുന്നു. കുന്നംകുളം അടുപ്പോട്ടിയിൽ കോൺഗ്രസിന്റെ കുടുംബസംഗമം നടന്നു. അടുപ്പോട്ടി വികസന സംഘം ഹാളിൽ മുൻ MLA TV ചന്ദ്രമോഹൻ ഇന്ദിരാഗാന്ധി ജന്മശതാബ്ദി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. DCC സെക്രട്ടറി KC ബാബു ആമുഖ പ്രസംഗം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് ജയശങ്കർ മുഖ്യപ്രഭാഷകനായിരുന്നു. DCC സെക്രട്ടറി ET മാത്യു ആശംസ പ്രസംഗം നടത്തി. ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം, പ്രജിത പുഷ്പൻ, കലാതിലകം നമിത നന്ദകുമാർ എന്നിവരുടെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. ബൂത്ത് പ്രസിഡന്റുമാരായ KP സൈമൺ, E വിശ്വനാഥൻ, റോമി K ജോസ്, ജിജു വടക്കൻ, മണ്ഡലം പ്രസിഡന്റ് ബിജു ബേബി, മണ്ഡലം പ്രതിനിധി ദിലീപ് കുമാർ, ലബീബ് ഹസൻ, കൗൺസിലർമാരായ ബീന ലിബിനി എന്നിവർ പങ്കെടുത്തു. AP സൈമൺ പതാക ഉയർത്തി. ജിജു വടക്കൻ ഇന്ദിരാഗാന്ധി ഓർമ്മമരം നട്ടു. യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 4 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വരവൂർ സ്വദേശിയായ 17-കാരനെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ 4 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലിശ്ശേരി പണിക്ക വീട്ടിൽ സലീം, ഒറ്റപ്പിലാവ് പേരോത്ത് ജിഷാദ്, പെരുമ്പിലാവ് തിങ്ങശ്ശേരി വീട്ടിൽ യഹിയ, ഒറ്റപ്പിലാവ് അബ്ദുൾ റഹ്മാൻ എന്നിവരെയാണ് കുന്നംകുളം SI UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വരവൂർ വടക്കേക്കര വീട്ടിൽ ദീപകിനെയാണ് ഇവർ തട്ടിക്കൊണ്ടുപോയത്. ദീപക് കാർ വാടകയ്ക്കെടുത്തുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് കാരണം. ദീപകിനെ ഇവർ ആക്രമിക്കുകയും രക്ഷിതാക്കളെ വിളിച്ച് പണം നൽകിയില്ലെങ്കിൽ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു. പണം നൽകാമെന്ന് ദീപകിന്റെ ബന്ധുക്കൾ വഴി ഉറപ്പ് നൽകിയ ശേഷം കെണിയൊരുക്കിയാണ് പോലീസ് പ്രതികളെ വലയിലാക്കിയത്. വിപണി അടയ്ക്ക പഴയത് 4250 രൂപ, പുതിയത് 4250 രൂപ മുതൽ 4559 രൂപ വരെ. രണ്ടാം തരം 2950 രൂപ മുതൽ 3450 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം നഗരസഭയിൽ ബീന ലിബിനിയെ വീണ്ടും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തു. ചെമ്മന്തിട്ട പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ജല അതോറിറ്റി ജീവനക്കാരെയും ദമ്പതികളെയും ആക്രമിച്ച സംഭവത്തിൽ കണ്ണൻ പട്ടാമ്പി ഉൾപ്പെടെ 4 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു.
കുന്നംകുളത്ത് മുദ്രപത്രവും സ്റ്റാമ്പുകളും കിട്ടാനില്ല, ജനം ദുരിതത്തിൽ. കുന്നംകുളം അടുപ്പോട്ടിയിൽ കോൺഗ്രസിന്റെ കുടുംബസംഗമം നടന്നു. യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 4 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.